ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ പനീർ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകിന്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ പച്ചമുളക് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് പനീർ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ചില്ലി സോസും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾ എത്രയാണോ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതിയാകും. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബട്ടറും യൂസ് ചെയ്യാം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഇത് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. ഇതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതിയാകും. പിന്നെ നിങ്ങൾക്ക് ഇത് വഴറ്റാതെയും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് നോർമലി ദോശ ഉണ്ടാക്കുമ്പോൾ സവോളയും ക്യാപ്സിക്കവും ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം. പക്ഷെ ഇങ്ങനെ വഴറ്റിയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അവോയ്ഡ് ചെയ്യാം. പകരം ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാവ് ബജി മസാല യൂസ് ചെയ്യാം. അതാവുമ്പോൾ ഒരു എക്സാക്ട് മുംബൈ സ്ട്രീറ്റ് ഫുഡിന്റെ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ പനീർ ദോശയ്ക്കുള്ള ഫില്ലിംഗ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത് വഴറ്റിയും യൂസ് ചെയ്യാം, അല്ലാതെ ദോശയുടെ മുകളിൽ ചുമ്മാ ഇതെല്ലാം അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ദോശ ഉണ്ടാക്കാം. ഇത് നമ്മുടെ നോർമൽ ദോശ ബാറ്റർ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസും മിക്സ് ചെയ്താൽ മതിയാകും. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുത്ത് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ കുറച്ചുകൂടി പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ ചീസും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. മൊസറല്ല ചീസോ അതുപോലെ തന്നെ ചീസിന്റെ ഷീറ്റ് ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പനീർ ദോശ ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കുട്ടികൾക്ക് റോൾ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മസാല ദോശയൊക്കെ മടക്കത്തില്ലേ അതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പനീർ ദോശ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന അളവിന് ഒരു 3 ദോശ നമുക്ക് ഉണ്ടാക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.